ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് എയർ ഫ്രയറിൽ പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മുമ്പ് ഒരുപാട് എയർ ഫ്രയർ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ചായിട്ട് എയർ ഫ്രയർ റെസിപ്പീസ് അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ബേസെല്ലാം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ മസ്റ്റായിട്ട് കണ്ടിട്ട് എന്തായാലും ഈ ഒരു അളവിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മിനി പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പിസ്സൻ്റെ ഇത് വേണമെങ്കിൽ കൂടുതലായിട്ട് മൈദ എടുക്കാൻ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കുറച്ച് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് എടുക്കുമ്പം നല്ല പുതിയ തന്നെ എടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെറിയൊരു ചൂട് വെള്ളം വേണം നമുക്ക്. അധികം അങ്ങ് ചൂടുണ്ടാകാൻ പാടില്ല. നമ്മൾ കൈ എല്ലാം ഇട്ട് കുഴക്കുമ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടില്ല, ആ ഒരു ചൂട് വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചൂട് വെള്ളത്തിന് കൂടിപ്പോയാൽ ഈസ്റ്റെല്ലാം ഇനാക്റ്റീവായി പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ ആ ഒരു ചൂട് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് നോക്കണം. അതായത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ മേൽഭാഗം ഡ്രൈ ആയി പോകുന്നതിന് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 2-2.5 മണിക്കൂർ നിങ്ങളെ ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് പിന്നെ ഈ മാവ് ഒന്ന് ഈസ്റ്റെല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നിങ്ങളെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ഉള്ളെങ്കിൽ ആ ഒരു ഇതിൽ വേണം കേട്ടോ ഈസ്റ്റ് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവൊന്നും എനിക്ക് അത്ര അങ്ങ് അറിയില്ല. ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനിപ്പോൾ ഒരു 1.5-2 മണിക്കൂറിനടുത്തായിട്ട് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നിങ്ങൾ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് ലൂസായി പോയാലും കുഴപ്പമില്ല, എന്നാലും അധികം അങ്ങ് ടൈറ്റായി പോകരുത്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബേസ് കിട്ടില്ല. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ പിന്നെ ബോളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിവിടെ മിനി പിസ്സ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് വലിയ ബോളാക്കിയിട്ട് പരത്തിയതിന് ശേഷം പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ 3 ബോളാക്കിയിട്ട് വലുത് ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. പരത്തുമ്പോൾ അധികം അങ്ങ് തിന്നായി പോകരുത്. നല്ലൊരു തിക്നെസ്സിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മിനി പിസ്സയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ലഞ്ച് ബോക്സിലെല്ലാം കറിയെല്ലാം എടുക്കുന്ന ആ ഒരു പാത്രമില്ലേ, ആ ഒരു വലുപ്പത്തിലാണ് കേട്ടോ. സ്റ്റീലിൻ്റെതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടായിട്ടും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ആ ഒരു ബാക്കി ഭാഗമെല്ലാം നമുക്ക് വീണ്ടും ഒരു ബോളാക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കണം കേട്ടോ. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും. അങ്ങനെയല്ല വേണ്ടത്. ഇത് നമുക്കൊരു ഫ്ലാറ്റായിട്ട് ആ ഒരു നമ്മൾ പിസ്സേൻ്റെ ബേസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്ക് പിസ്സ സോസ് വേണം. ഈ പിസ്സ സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പിസ്സ സോസ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ നമ്മൾ സാധാ നോർമൽ സോസ് എടുത്താലും മതി. പിസ്സ സോസ് വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ എയർ ഫ്രയർ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ടോപ്പിംഗ് ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതേപോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഉള്ളീൻ്റെ ടേസ്റ്റ്, അതായത് സവാളേൻ്റെ ടേസ്റ്റെല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടും നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ചിട്ട് ടോപ്പിംഗ് എല്ലാം ചെയ്തെടുക്കുക. ഇനി കുറച്ച് മൊസല്ല ചീസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിഗാനോ അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ് അങ്ങനെയെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു പിസ്സ ബേസ് എയർ ഫ്രയർ തന്നെ വെച്ചിട്ട് ആ ഒരു
പിസ്സ സോസെല്ലാം ആ ഒരു ടോപ്പിംഗ് എല്ലാം കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇല്ല കുറച്ച് മാവ് ലൂസായതുകൊണ്ട് കുറച്ചൊന്നും ഇങ്ങനെ വലിഞ്ഞതുപോലെയല്ല ഉണ്ടാവും. കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് നന്നായിട്ട് തോന്നിയത് നമ്മൾ ആ ഒരു പിസ്സേൻ്റെ ബേസ് നമ്മൾ എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ വെച്ചതിന് ശേഷം ഈ ഒരു ടോപ്പിംഗ് എല്ലാം ചെയ്യുന്നതായിരിക്കും. എയർ ഫ്രയർ ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 170°C ഒരു 2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചുള്ള പിസ്സേൻ്റെ ആ ഒരു ബേസ് അതിലേക്ക് വെച്ച് കൊടുത്തത്. അതിന് ശേഷം നമുക്ക് എയർ ഫ്രയർ ഓണാക്കിയിട്ട് 170°C 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ചീസെല്ലാം നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പിസ്സേൻ്റെ ബേസിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ ആ ഒരു മൈദ മാവ് കുഴച്ചെടുക്കാൻ വീണ്ടും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ബാസ്ക്കറ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ ആ ടോപ്പിങ് വെച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന്. അപ്പോൾ ഇതാ എങ്ങനെ ട്രൈ ചെയ്തതാണിത്. ഇതാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും പിസ്സേൻ്റെ ബേസ് എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഫസ്റ്റായിട്ട് എയർ ഫ്രയർ യൂസ് ചെയ്യുന്ന അതായത് പിസ്സ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പലരും എയർ ഫ്രയർ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ പിസ്സേൻ്റെ ബേസ് ആ ഒരു കറക്റ്റ് തിക്നെസ്സിൽ തന്നെ കിട്ടണം. അധികം അങ്ങ് തിന്നായി പോയാൽ ഇത് ഡ്രൈ ആയി പോവും. കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉണ്ടാവാൻ, അതോടെ ശ്രദ്ധിക്കുക. പിന്നെ ഫോർക്ക് കൊണ്ട് എന്തായാലും നിങ്ങൾ ഇങ്ങനെ കുത്തായിട്ട് ചെയ്ത് കൊടുക്കണേ. എന്നാലാണ് ആ കറക്റ്റ് നമുക്ക് പിസ്സേൻ്റെ ആ ഒരു ബേസ് കിട്ടുള്ളൂ. പിന്നെ ഇനി ഫസ്റ്റ് ഉണ്ടാക്കുന്നവർ പിന്നെ അതേപോലെ ഈ ഒരു എയർ ഫ്രയർ അല്ല വേറെ ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു കറക്റ്റ് ടൈമും ടെമ്പറേച്ചറും കിട്ടണ്ടേ. ഏകദേശം ഈ ഒരു 170°C ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഒറ്റൊരു പിസ്സേൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ബേസ് മാത്രം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടുകയും കുറച്ചിട്ട് ടൈമും ടെമ്പറേച്ചറും ഒന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ MI എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ബേസ് എല്ലാം തന്നെയാണ്. ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടും വന്നിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു അളവിൽ എനിക്ക് മിനി പിസ്സ ഒരു 28ഓളം കിട്ടിയിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.